ഇന്നത്തെ കഥ അഹങ്കാരം ആപത്ത്. ഒരു കൃഷിയിടത്തിൽ പിടക്കോഴികളോടൊപ്പം 2 പൂവൻ കോഴികളും താമസിച്ചിരുന്നു. ഒരു ദിവസം ഒന്നാമൻ പറഞ്ഞു, ഞാനാണ് എല്ലാ പിടക്കോഴികളുടെയും അവകാശി. അല്ലല്ല, ഞാനാണ് അവകാശി. രണ്ടാമനും വിട്ടില്ല. തർക്കം വേണ്ട, നമുക്ക് പരസ്പരം അംഗം വെട്ടാം. ആര് ജയിക്കുന്നോ അയാൾ പിടക്കോഴികളുടെ അവകാശി. ഒന്നാമൻ പറഞ്ഞു. അത് കൊള്ളാം. രണ്ടാമനും തയ്യാറായി. അവർ ഏറ്റുമുട്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ തോറ്റുപോയി. അവൻ നാണം കൊണ്ട് ഒരു മൂലയിൽ പോയി ഒളിച്ചു. ഒന്നാമന് വലിയ അഭിമാനം തോന്നി. അവൻ ചിറകടിച്ച് ഉച്ചത്തിൽ കൂവി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, എല്ലാവരും കണ്ടല്ലോ, എത്ര ധീരമായാണ് ഞാൻ പൊരുതിയതെന്ന്. ഞാനാണ് ഏറ്റവും ശക്തനായ പൂവൻ കോഴി. എല്ലാ പിടക്കോഴികളുടെയും അവകാശം എനിക്കാണ്. തല്ലുകൂടി ജയിച്ചില്ലേ ഒരുത്തൻ? അംഗം വെട്ടി ജയിച്ചില്ലേ? അംഗം വെട്ടി ജയിച്ച കോഴി. അവൻ പറഞ്ഞു എല്ലാറ്റിൻ്റെയും അവകാശം അവനാണെന്ന്. പൂവൻ കോഴി പിടക്കോഴികളുടെയും. ഒരു കഴുകൻ ഇത് കേട്ടു. അത് പറന്നു വീണ് പൂവനെയും തൂക്കിയെടുത്തു കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമൻ പുറത്തു വന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാനാണ് ഇപ്പോൾ എല്ലാ പിടക്കോഴികളുടെയും അവകാശി. അതിനെയും കൊണ്ടുപോയപ്പോ അടുത്ത വഴിക്ക് കഴിഞ്ഞ എന്ത് കഥയുടേത്? ബൈ ബൈ. ഇത്രയുള്ളൂ. ശരി. സ്വാർത്ഥൻ പഠിച്ച പാഠം. വേണ്ട. ഓക്കെ, എന്നാ വായിച്ചോ. ഒരു കച്ചവടക്കാരന് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് അയാൾ സവാരി ചെയ്യും. കഴുത കച്ചവട സാമാനങ്ങൾ ചുമക്കും. എപ്പോഴും വലിയ ചുമടാണ് അവൻ്റെ മുതുകിൽ. ഓക്കെ. ഭാരം ചുമന്ന് അവൻ തളർന്നു. കുതിരയാണെങ്കിലോ തടിച്ചു കൊഴുത്തു വന്നു. ചുമടെടുത്ത് ക്ഷീണിച്ച കഴുതയ്ക്ക് സുഖമില്ലാതായി. ഒരു ദിവസം ഭാരം താങ്ങാൻ കഴിയാതെ കഴുത കുതിരയോട് പറഞ്ഞു, സ്നേഹിതാ, എനിക്ക് തീരെ സുഖമില്ല. ഇന്നത്തേക്ക് ചുമട് കൊണ്ടുപോയി എന്നെ ഒന്ന് സഹായിക്കാമോ? അത് പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജോലി. താനാണ് ചുമടെടുക്കേണ്ടത്. എനിക്ക് പറ്റില്ല. കുതിര അഹങ്കാരത്തോടെ പറഞ്ഞു. പാവം കഴുത അന്നും എന്നത്തെയും പോലെ ചുമടും ചുമന്ന് വലിഞ്ഞും ഇഴഞ്ഞും നടന്നു. ഏറെ പോകുന്നതിനു മുമ്പ് കഴുത കുഴഞ്ഞു വീണ് ചത്തു. കച്ചവടക്കാരൻ കഴുതപ്പുറത്തിരുന്ന എല്ലാ ഭാരവും കുതിരപ്പുറത്തേക്ക് മാറ്റി. ചത്ത കഴുതയെയും അതിനു മുകളിൽ എടുത്തു വച്ചു. കുതിരയുടെ നട്ടെല്ല് വളഞ്ഞുപോയി. അവൻ മനസ്സിൽ പറഞ്ഞു, അയ്യോ, ഈ ഭാരം എന്നെ കൊല്ലും. അല്ല, എനിക്കിതു തന്നെ വേണം. ഞാൻ സ്വാർത്ഥനായതുകൊണ്ടല്ലേ. ആദ്യം ആ കഴുത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെയിറ്റുകളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണമെന്ന്. അപ്പം സ്വന്തം കാര്യം നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഓരോരുത്തർക്ക് അവരവരുടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ
കഴുത ചത്തപ്പോൾ അതിനെയും പുറത്തെടുത്ത് വെക്കേണ്ട അവസ്ഥയായി. എന്തിനാ അമ്മ അതിനെ പുറത്തെടുത്തത്? ഇയാൾക്ക് അതിനെന്തേലും ആവശ്യമുണ്ടാവും. ചത്ത കഴുതേനെ. ചത്തുണ്ടാവില്ലേ? ചത്തടാ, ചത്തുന്നാ തോന്നണേ. അപ്പം എന്താണ്, ഭയങ്കര സെൽഫിഷ് ആവരുത്, എന്നാൽ ഒരുപാട് സെൽഫ്ലെസ് ആവരുത്.